ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ലാലേട്ടൻ ഇറങ്ങിപ്പോയി. എന്തൊരു പോക്കാണ് പോയത്. ആ പോക്ക് കണ്ടിട്ട് അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ, അതോ നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ലാലേട്ടന്റെ ആ ഒരു പിണങ്ങിപ്പോക്ക് അത് പ്രൊമോയിൽ കാണിച്ചു. ആ പ്രൊമോ കണ്ടതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാം കാണുവാൻ കണ്ടമാനം ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? മഹാനടനായ ലാലേട്ടനെ ഇത്രയും പ്രകോപിപ്പിക്കുവാൻ തക്കവണ്ണം ആരെന്ത് കുരുത്തക്കേടാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്നറിയുവാൻ വേണ്ടി തന്നെ ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ക്രൂ മെമ്പേഴ്സ്, ഇതിന്റെ പ്രോഗ്രാം ഡയറക്ടർ, ഇവരൊക്കെ മഹാബുദ്ധിമാന്മാരാണ്. നല്ല IQ ലെവലുള്ള ആൾക്കാരെ തന്നെ ഇതിന്റെ പിൻപിലൊക്കെ എടുത്തു വെക്കുകയുള്ളൂ. എവിടേക്ക് തിരിഞ്ഞാലും എന്തു നോക്കിയാലും അതിന്റെ എല്ലാം പിൻപിൽ കണ്ടന്റ് മാത്രം കാണുവാൻ ശേഷിയുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിന്റെയൊക്കെ തലപ്പത്തെടുത്ത് വെക്കുകയുള്ളൂ. കാരണം ഇത് മുഴുവൻ പക്ക ബിസിനസ് ആണല്ലോ. ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ സാധാരണ രീതിയിൽ തന്നെ ആ ഷൂട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിക്ഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് തീരുമാനമാകുന്നത്. നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇതിലൊരാളാണ് പുറത്തു പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ അകത്തേക്ക് സ്വീകരിക്കുവാൻ ഓരോരുത്തർ ചെല്ലണം. ഈ ആൾക്കാർ നിരന്നിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റിലായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിന്റെ മുകളിൽ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയ ഓരോരോ കോയിനുകൾ വെച്ചിട്ടുണ്ട്. അത് സ്ക്രാച്ച് ചെയ്യേണ്ട കോയിനുകളാണ്. അത് സ്ക്രാച്ച് ചെയ്യുമ്പോഴറിയാം ആ വ്യക്തി സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ എന്നുള്ളത്. ലാലേട്ടൻ തന്റെ മുൻപിലിരിക്കുന്ന ബൗളിൽ നിന്നും ഓരോ ചിറ്റെടുക്കും. അതിനകത്ത് ഏത് നമ്പറാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് ഒരാളുടെ പേര് വിളിക്കും. ആ വ്യക്തി പുറത്തേക്ക് പോകും. ഈ കോയിൻ എടുത്തിട്ട് അത് സ്ക്രാച്ച് ചെയ്യും. അതിൽ പേരെഴുതിയിട്ടുണ്ട്. ആ പേരെഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തി സേവ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന പൂമാല കൊണ്ടുവന്ന് അവരുടെ കഴുത്തിൽ അണിയിച്ച് അവരെ വീണ്ടും BB ഹൗസിലേക്ക് സ്വാഗതം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പോകുന്ന വ്യക്തിയുടെ കർത്തവ്യം. ആ സമയത്ത് ഒരാൾ മാത്രമേ പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വീടിനകത്ത് തന്നെ ഇരിക്കണമെന്നുമാണ്. എന്നാൽ ആദിലെ ഔട്ടാകുമോ അതോ സേവ് ആകുമോ എന്നുള്ളത് നൂറയ്ക്കും അനുമോൾക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഉത്കണ്ഠയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന നിമിഷങ്ങളാണ്. അവരെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ആ കാഴ്ച ഇങ്ങനെ ചങ്കിടിപ്പോടെ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് ആദില സേവ്ഡ് ആകുന്നു. ആദില സേവ് ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദിലയെ സ്വീകരിക്കുവാൻ വേണ്ടി രണ്ടാൾക്കാരും കൂടി ഓടി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അവരത്രമേൽ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയൊക്കെ തീവ്രതയിൽ ഓടിപ്പോയി ആദിലയെ കെട്ടിപ്പിടിച്ച് ഇരുവരും ചുംബിക്കുകയും കരയുകയും തുടർന്ന് വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ്. പെട്ടെന്ന് ലാലേട്ടൻ, നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത് എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കുന്നു. മറ്റുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ മാത്രം എന്തിനാണ് പുറത്തു പോയത്? അങ്ങനെ പോകാൻ പാടില്ലാത്തതാണല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, നിങ്ങൾ തന്നെ ബാക്കി കാര്യം കൂടി അങ്ങ് ചെയ് എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടന്നങ്ങ് പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിസ്സാരമായ പ്രശ്നമാണ്. ആ നിസ്സാരമായ ഒരു കാര്യത്തിന് ലാലേട്ടനെ പോലെയുള്ളൊരു വ്യക്തി ഇങ്ങനെ പിണങ്ങിപ്പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ ആ നിമിഷം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അനുമോളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, നൂറയെയും ആദിലെയും താല്പര്യമില്ലാത്ത ആൾക്കാർ, ലാലേട്ടൻ കാണിച്ചത് നന്നായി പോയി, 3 എണ്ണത്തിനെയും പിടിച്ച് പുറത്താക്കി കളയണമായിരുന്നു എന്നുള്ള കമന്റുകളുമായും വരുന്നുണ്ട്. സത്യത്തിൽ ലാലേട്ടന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അദ്ദേഹത്തിന് പെരുമാറുവാനും പ്രതികരിക്കുവാനും കഴിയുന്നത്. എന്നാൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണോ ലാലേട്ടൻ പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വമൊന്നും ബിഗ് ബോസിന്റെ തലയിൽ നമ്മൾ ആരും കെട്ടിവെക്കാറില്ല. എല്ലാം ലാലേട്ടന്റെ തലയിൽ തന്നെ കെട്ടിവെച്ചാണ് വിടാറുള്ളത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കാണിച്ചത് മര്യാദകേടായി പോയി. ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇത്രയധികം ലാലേട്ടൻ പൊട്ടിത്തെറിക്കുകയും പിണങ്ങിപ്പോവുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും എന്തുകൊണ്ടാണ് ലാലേട്ടൻ പിണങ്ങിപ്പോകാതിരുന്നത്? അവിടെ നടന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യുവാൻ പോലും മോശമായിട്ടുള്ളതായിരുന്നു. അത്രമാത്രം വൃത്തിഹീനമായ കാര്യങ്ങൾ പോലും ലാലേട്ടൻ അവിടെ ആത്മസംയമനത്തോടെ നിന്ന് സംസാരിച്ച് താക്കീത് കൊടുത്ത് അതിനെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇവരുടെ വാക്ക് കേട്ടുകൊണ്ട് എന്നാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിച്ചോ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു പോയില്ലല്ലോ. ഇവിടെ അനുമോളും നൂറയും കാണിച്ചത് തെറ്റാണ്, ഒരാളെ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരത് ഓർത്തില്ല. അവർ ആ സ്നേഹം കൊണ്ട്, ആ സന്തോഷം കൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ആദിലെയും കൊണ്ട് അകത്തേക്ക് വന്നതാണ്. കാര്യം ശരിയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതാ. പക്ഷെ ലാലേട്ടനെ പോലെയുള്ള ഒരാൾ അക്കാരണം പറഞ്ഞുകൊണ്ട് ആ ഫ്ലോറിൽ നിന്ന് പിണങ്ങിപ്പോകാൻ പാടുണ്ടോ എന്നുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. ലാലേട്ടൻ അങ്ങനെ ഒരിക്കലും ഇറങ്ങി പോവുകയുമില്ല. കാരണം അദ്ദേഹം വളരെ പക്വതയുള്ളൊരു മനുഷ്യനാണ്. ഷാനവാസ് അവസാന സമയത്ത് അനുമോളോടും ആദിലയോടും നൂറയോടും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ലാലേട്ടൻ അങ്ങനെ നമ്മളോട് പിണങ്ങാനൊന്നും പറ്റില്ല. ലാലേട്ടൻ അറിയാം നമ്മൾ തെറ്റും കുറ്റവും ഒക്കെ കാണിക്കുന്ന കൊച്ചു പിള്ളേരാണെന്ന്. അതുകൊണ്ട് തന്നെ ലാലേട്ടനെ പോലൊരു മനുഷ്യൻ ക്ഷമിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്.
അതാണ് വാസ്തവം. ലാലേട്ടൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് ബിഗ് ബോസിന്റെ കളിയാണ്. റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടി പ്രൊമോ ഇട്ട് ആൾക്കാരെ അമ്പരപ്പിച്ച് വൈകിട്ടത്തെ ഈ എപ്പിസോഡ് കാണുവാൻ വേണ്ടി ആള് കൂട്ടുവാനുള്ള വളരെ തന്ത്രപരമായ സൈക്കോളജിക്കൽ മൂവ് എന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത്. ഇല്ല, ഇങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ലാലേട്ടൻ അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാലേട്ടന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ സംഭവം വന്നത്. ലാലേട്ടൻ അവർക്ക് നല്ല പണി കൊടുത്തിട്ടാണ് പോയത്. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് അനുമോളെയും നൂറയും ആയിരിക്കില്ല, ലാലേട്ടനെ തന്നെയാണ്. കാരണം ദേഷ്യം കൺട്രോൾ ചെയ്യണം. ആവശ്യമില്ലാത്ത നിസ്സാര കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അവിടെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ നിങ്ങൾ വലിയ സംഭവമായിട്ട് ഊതിപ്പെരിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞവരെ ഗുണദോഷിക്കുന്ന ലാലേട്ടൻ തന്നെ അവർ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള കാരണത്താൽ ആ ഫ്ലോറിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ലാലേട്ടനെ അല്ലേ ബാധിക്കുന്നത്? ലാലേട്ടന്റെ വ്യക്തിത്വത്തെ ആയിരിക്കില്ലേ ആൾക്കാർ വിമർശിക്കുക? ലാലേട്ടൻ അത്രയ്ക്ക് ചെറിയ മനുഷ്യനും ചിന്താശേഷിയില്ലാത്തവനുമാണെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് 50-ാം ദിവസത്തിന്റെ ആഘോഷം അവിടെ നടക്കുകയാണ്. അവിടെ സൗഹൃദങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതും ക്ഷമിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പരസ്പരം ഹൃദയം തുറക്കുവാനുള്ള അവസരം ബിഗ് ബോസ് അവരുടെ മുൻപിൽ ഇട്ടുകൊടുക്കുകയാണ്. ലാലേട്ടനാണ് ഇതെല്ലാം പറഞ്ഞ് അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഒരു നിസ്സാര വീഴ്ച വന്നപ്പോൾ ലാലേട്ടൻ തന്നെ പിണങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അതെന്തൊരു നാണം കെട്ട പരിപാടിയാണ്. അതും ഒരു സില്ലി മാറ്ററിന്റെ പേരിൽ. ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ലാലേട്ടൻ ഒരു കഥ പറഞ്ഞു വന്നായിരുന്നു. ഒരു ശൂന്യമായ തോണിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എതിരെ നിങ്ങളെ ഇടിക്കുവാൻ വേണ്ടി ഒരു തോണി വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആ എതിർ തോണിയുടെ ദിശ തിരിച്ചുവിടുവാൻ വേണ്ടി ഉറക്കെ ആക്രോശിക്കുന്നു, ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? കൂട്ടിയിടിച്ചു. പക്ഷെ അപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് ആ തോണിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ദേഷ്യവും കോപവും ഉത്കണ്ഠയും എല്ലാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നല്ലോ. നിങ്ങൾ ചിന്തിച്ചതുപോലെ ആയിരുന്നില്ലല്ലോ കാര്യങ്ങളെന്നൊക്കെ. ഇത്രയും മനോഹരമായ കഥ പറഞ്ഞവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരുടെ ഹൃദയം തുറക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആഴവും നീളവും വീതിയും പരപ്പും എല്ലാം അവരുടെ മുമ്പിൽ വരച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്ത ലാലേട്ടൻ തന്നെ അനുമോളുടെയും നൂറയുടെയും ആ സ്നേഹപ്രകടനം, ആ സന്തോഷ പ്രകടനം അതൊരു തെറ്റാണ്, ശരി തന്നെയാണ്, നിയമലംഘനമാണ്. എന്നാൽ അതിനെ പൊക്കിപ്പിടിച്ച് അതൊരു വലിയ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തിട്ട് ആ ഫ്ലോർ വിട്ട് ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ലേ, അല്ലാതെ അവരോടുള്ള കലിപ്പ് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ താല്പര്യമില്ല. കാരണം ലാലേട്ടനെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാവും എന്ന് എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഇനി അഥവാ അദ്ദേഹം ഫ്ലോർ വിട്ടു പോകണമെങ്കിൽ അതുപോലെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ ഈ ആൾക്കാർ കാണിക്കണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആരെയാണ് തെറ്റു പറയുവാൻ കഴിയുക, കുറ്റം വിധിക്കുവാൻ കഴിയുക? ആദിലയും നൂറയും കാണിച്ചത് നിയമലംഘനമാണ്. ഒരാൾ മാത്രം പുറത്തിറങ്ങുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഓർക്കാതെ ചെയ്തതാണ്, സ്നേഹം കൊണ്ടാണ്, സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ചാടിത്തുള്ളി പുറപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് നമുക്ക് അവര് വലിയ മഹാപാപം ചെയ്തു എന്നൊന്നും പറയാൻ കഴിയില്ല. ആ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ ലാലേട്ടൻ അങ്ങനെ പിണങ്ങിയിറങ്ങി പോയി എന്ന് പറയുമ്പോൾ ലാലേട്ടനെയും കുറ്റം പറയുവാൻ പാടില്ല. ബിഗ് ബോസ് പറയുന്നത് പോലെ ചെയ്യാൻ മാത്രമേ ലാലേട്ടന് കഴിയുകയുള്ളൂ. കാരണം ഓരോ ഫ്രെയിമിനകത്തും അവർ കണ്ടന്റാണ് ഉദ്ദേശിക്കുന്നത്, അത് വിറ്റ് പൈസ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ പക്ക ബിസിനസ് പരിപാടിയാണ്. ലാലേട്ടന് അതിന്റെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരികയാണ്.